സംസ്ഥാന രാഷ്ട്രീയത്തിൽ പലതരം വിവാദങ്ങൾ കത്തിനിൽക്കെ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും. ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം. രാഹുൽ വന്നാൽ നേരത്തെ PV അൻവർ ഇരുന്ന പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിപ്പിടം. സർക്കാരിനെതിരെ നിരവധി ആയുധങ്ങൾ ഉണ്ടെങ്കിലും രാഹുൽ വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാണ്. പോലീസ് അതിക്രമങ്ങളുടെ പരമ്പരയാണ് നിയമസഭാ സമ്മേളന കാലത്തെ സർക്കാരിന്റെ പ്രധാന തലവേദന. വിവരങ്ങളുമായി ചേരുന്നത് S. ശാലിനിയാണ്. ശാലിനി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാമെന്ന് വെച്ചാൽ ഭരണപക്ഷത്തിന് അവരുടെ ഭാഗത്ത് തന്നെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവർ തന്നെ ഇത്തരം ആരോപണങ്ങൾ കുടുങ്ങിയവരെ സംരക്ഷിച്ച് രാജി വേണ്ട എന്നൊരു നിലപാടെടുത്തവരാണ്. ഒപ്പം തന്നെ ഈ പോലീസ് അതിക്രമങ്ങളും അവരെയും വിടാതെ വേട്ടയാടുന്ന സ്ഥിതി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ശാലിനി എന്ന്? രാഖി, ഗുഡ് മോർണിംഗ്. നമസ്തേ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഭരണകൂടം ഉള്ളത്, സർക്കാർ ഉള്ളത്. ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഒക്ടോബർ 10 വരെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്ന് തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെ പല ദിവസങ്ങളിൽ പല സമയങ്ങളിൽ സഭ ചേരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷം പല രീതിയിലുള്ള ആയുധങ്ങളുമായിട്ടാണ് സഭയിലേക്ക് എത്തുന്നത്, പ്രതിഷേധം ഉയർത്തുന്നത്. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ അത്തരത്തിലുള്ള വെല്ലുവിളി ഭരണപക്ഷത്തിനെതിരെ ഉയർത്താറുമുണ്ട്. പക്ഷേ ഇക്കുറി സഭയിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആശങ്കകൾ, പ്രതിസന്ധികൾ, പ്രതീക്ഷകളെല്ലാം വറ്റിയൊരു പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ലൈംഗിക ആരോപണ കേസിലും പരാതികളിലും ഒക്കെ MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട സാഹചര്യം, ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയ, സസ്പെൻഡ് ചെയ്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം MLA ആയി ഇവിടേക്ക് എത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു ആകാംക്ഷ ഇന്നത്തെ ദിവസത്തിന് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം രാഹുൽ മാങ്കൂട്ടം എത്തുകയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രത്യേക ബ്ലോക്കായി, PV അൻവറിനൊപ്പം ഒരു പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയുടെ അംഗമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥാനമോ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേക ബ്ലോക്കായി നിയമസഭയ്ക്കുള്ളിൽ രാഹുൽ എത്തും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നമുക്ക് മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ നിലവിൽ അവധി അപേക്ഷയൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും വരാനുള്ള സാധ്യതകളും വരാതിരിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. രാഹുൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള രാഹുലിനെതിരെ പ്രതിഷേധം ഉയരുന്നു. തലസ്ഥാനത്തേക്ക് രാഹുൽ എത്തുകയാണെങ്കിൽ രാഹുലിനെ തടയുന്നതടക്കമുള്ള കാര്യങ്ങൾ മറ്റ് യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗർഭചിത്രം അടക്കം നടത്തിയ അതിന് കൂട്ടുനിന്ന ഒരു MLA, ഒരു ജനപ്രതിനിധി, അത് തലസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയില്ല. തലസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ തന്നെ അത്തരത്തിൽ അദ്ദേഹത്തിന് നിയമസഭയ്ക്കുള്ളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇടത് യുവജന സംഘടനകളൊക്കെ തന്നെ അറിയിച്ചിട്ടുമുള്ളത്. അത്തരത്തിൽ ആ ഒരു പ്രതിഷേധമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ എത്താതിരിക്കുമോ, അതോ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ഇപ്പോഴും രാഹുലിന് കുടപിടിക്കുന്നുണ്ട്? പ്രതിപക്ഷ നേതാവ് ഈ ഒരു പാർലമെന്ററി പാർട്ടിയുടെ ചുമതലയുള്ള നേതാവ് തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർക്ക് തങ്ങളുടെ പാർട്ടിയിൽ, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ളത് സ്പീക്കറിനെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഗ്രൂപ്പുകൾക്കിടയിൽ ഇപ്പോഴും ആശങ്കകളും പ്രതിസന്ധികളും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ തള്ളി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ നിലപാട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ രാഹുൽ ഇങ്ങോട്ടേക്ക് എത്തുമോ, എത്തിയാൽ തന്നെ ഭരണപക്ഷം അദ്ദേഹത്തിനെ തടയുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഭരണപക്ഷവും ഒരു പക്ഷേ പ്രതിസന്ധിയിൽ തന്നെയാണ്. കാരണം തങ്ങളുടെ ഭാഗത്തും 2 പേർ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ കേസുകളിൽ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്ന് മുകേഷ് MLA ആണ്, മറ്റൊന്ന് മുൻപ് മന്ത്രിയായിരുന്ന, പിന്നീട് വലിയ രീതിയിലുള്ള ആരോപണം കേട്ട് സ്ഥാനം പോയ, പിന്നീട് വീണ്ടും മന്ത്രിയായ AK ശശീന്ദ്രനാണ്. അപ്പോൾ അവർ 2 പേരും ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ എങ്ങനെ ഇതിനെതിരെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇന്നു മുതൽ തലസ്ഥാനം സാക്ഷ്യം വഹിക്കും. നിർണായകമായിട്ടുള്ള ചില ബില്ലുകൾ ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്, ആദ്യ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ വാഴൂർ സോമൻ അടക്കമുള്ളവർക്ക് ഇന്ന് ചരമോപചാരം അർപ്പിക്കും. അതിനുശേഷമായിരിക്കും സഭ പിരിയുക.
അതിനുശേഷം നാളെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും ബഹളങ്ങളും ഒക്കെയായി സഭ ആരംഭിക്കുകയും ചെയ്യും. നിർണായക ബില്ലായി, അതായത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽപ്പെട്ട് മനുഷ്യജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യം, അക്രമാസക്തമാകുന്ന വന്യജീവികളെ അടക്കം കൊല്ലാനുള്ള അനുമതി നേടുന്നതടക്കമുള്ള ചർച്ചകൾക്ക് വരുന്ന ബില്ലുകൾ നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വാഗ്വാദങ്ങൾ, ചർച്ചകൾ, പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ ഒക്കെ തീർക്കുന്ന സഭാ കാലയളവായിരിക്കും ഇന്നു മുതൽ 12 ദിവസം തിരുവനന്തപുരത്ത് നിയമസഭയ്ക്കുള്ളിൽ നിന്ന് കാണാൻ സാധിക്കുക. അതിൽ ഏറ്റവും രാഷ്ട്രീയ ആകാംക്ഷയുള്ളത് ലൈംഗികാരോപണ കേസിൽ ഒപ്പം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടം MLA ആയി നിയമസഭയുടെ കവാടം കടന്ന് അകത്തേക്ക് എത്തുമോ എന്നുള്ളതാണ്. രാഖി. ശരി ശാലിനി, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പലതരം വിവാദങ്ങൾ കത്തിനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുന്നത്. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ചോദ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്കിലാണ് ഇരിപ്പിടം. സർക്കാരിനെതിരെ നിരവധി ആയുധങ്ങൾ ഉണ്ട് എങ്കിൽ പോലും രാഹുൽ വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാണ്. പോലീസ് അതിക്രമങ്ങളുടെ പരമ്പരയാണ് നിയമസഭാ സമ്മേളനകാലത്തെ സർക്കാരിന്റെ പ്രധാന തലവേദന. എന്തായാലും സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ളത് തന്നെയാണ്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.